ഹായ്, ഗുഡ് മോർണിംഗ്. എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലൈഫിൽ ഗ്യാരണ്ടി വാറണ്ടി ഒന്നുമില്ല. നമുക്ക് ചില സാധ്യതകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ആ സാധ്യതകൾ നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്തി സക്സസ്സിലാവാമെന്നേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഇന്ന് കിട്ടുന്ന ജീവിതം നമുക്ക് നാളെ ഉണ്ടാവും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇന്ന് കിട്ടിയ ജീവിതത്തിൽ നമുക്ക് എന്ത് സക്സസ് ചെയ്യാൻ പറ്റും, എന്ത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നന്മ ഉണ്ടാക്കാൻ പറ്റുമെന്ന് മാത്രമേ നമുക്ക് ചിന്തിക്കാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നന്മ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ, മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ലൈഫിൽ ഒരിക്കലും ഒരു സക്സസ് ഉണ്ടാവത്തില്ല. പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ വേറെ ആൾക്കാർ ഒരു കാര്യം പറയുന്ന സമയത്ത് നമ്മൾ അതിനെ പ്രതികരിച്ചു കഴിഞ്ഞാൽ പറയും അവൾ ഭയങ്കര അഹങ്കാരിയാന്ന് പറയും. ഒരാൾ ശരി എന്തെങ്കിലും മിണ്ടുന്ന കേട്ടിട്ട് നമ്മൾ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ നിനക്ക് എന്തിനെങ്കിലും നേരിടാൻ പേടിയാണോ എന്ന് ചോദിക്കും. അതുപോലെ തന്നെ നമ്മളൊരു നന്നായിട്ടൊരു ഡ്രസ്സ് ധരിച്ചു കഴിഞ്ഞാൽ പറയും അവർ ഭയങ്കര ഇതിൽ വസ്ത്രം ധരിച്ച് ഭയങ്കര ഇതായിട്ട് നടക്കുന്നു പറയും. പോട്ട് വലിയൊരു ഗുണമില്ലാത്തൊരു ഡ്രസ്സ് നമ്മൾ ഇടാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കൊണ്ട് അപ്പം പറയും ഓ അവള് വലിയ ഗതിയുള്ള ആളല്ല എന്ന് പറയും. അങ്ങനെ ഓരോ കാര്യം നമ്മൾ എന്ത് കാര്യം ചെയ്താൽ അതിൽ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യാനും നമ്മളെ വിമർശിക്കാനും ഒരുപാട് ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് ഈ വിമർശിക്കുന്ന ആൾക്കാരെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് നമ്മൾ സമയം കളയാതെ നമുക്ക് ശരി എന്തെന്ന് തോന്നുന്നു ആ ശരി എന്തെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് സഞ്ചരിക്കുക മാത്രമേ ചെയ്യുക. അതല്ലാതെ നമുക്ക് ജീവിതത്തിൽ വേറൊന്നും ചെയ്യാനില്ല. അതുപോലെ എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ സക്സസ് കണ്ടിട്ട് മറ്റുള്ളവർക്കുണ്ടാവുന്ന നന്മ കണ്ടിട്ട് നമ്മൾ സന്തോഷിക്കുകയാണെങ്കിൽ 100% നമ്മുടെ ജീവിതത്തിൽ ഒരു സക്സസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ളവർ അത് കണ്ട് സന്തോഷിക്കുക തന്നെ ചെയ്യും. കാരണം വെച്ചാൽ നമ്മളുടെ മനസ്സിൽ നമുക്ക് കളങ്കവും മറ്റുള്ളവരോടുള്ള ഒരു ദുഷിപ്പോ കാര്യങ്ങളോ നമുക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ 100% നമുക്ക് മറ്റുള്ളവരുടെ വളർച്ച കണ്ടാൽ നമുക്ക് സന്തോഷം തോന്നുകയും ചെയ്യും. നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ അവർക്ക് മുന്നോട്ട് ഇനി നന്മ വരട്ടെ നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യും. അതേ സ്ഥാനത്ത് നമ്മളുടെ മനസ്സിനുള്ളിൽ അവർക്ക് എന്തെങ്കിലും നന്മ ഉണ്ടാകുമ്പോൾ നമ്മളുടെ ഉള്ളിൽ നമുക്ക് അവരെക്കുറിച്ചിട്ടൊരു നെഗറ്റീവായിട്ടുള്ള ചിന്തയാണ് നമ്മുടെ ഉള്ളിൽ വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും വളർച്ച ഉണ്ടാകത്തില്ല. നമ്മുടെ ജീവിതത്തിൽ അതേപോലെയുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ സംഭവിക്കത്തുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ നമ്മൾ സന്തോഷിക്കാൻ നമുക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സക്സസ്സും സന്തോഷവും എന്നും നിലനിൽക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അതുപോലെ നമുക്ക് ഈ സന്തോഷം കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ സമയമൊന്നും കാത്തിരിക്കേണ്ട. നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സന്തോഷം കണ്ടെത്തണമെന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ കൊണ്ട് നമ്മൾ 100% സന്തോഷവതിയായിട്ടിരിക്കും. അതേ സ്ഥാനത്ത് വിരകത്തോടെ ഇരുന്ന് കഴിഞ്ഞാൽ ദുഃഖത്തോടെ ഇരുന്ന് കഴിഞ്ഞാൽ ജീവിത അന്ത്യം വരെ നമ്മളുടെ ജീവിതത്തിൽ അങ്ങനെ നമുക്ക് ഇരിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരുപാട് ഉപകാരപ്പെടുത്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുവരെ. ടേക്ക് കെയർ. ബൈ.